പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനാമിക കോടതിയിലെ കേസ് തോൽക്കുന്നു. അവളുടെ എല്ലാ കള്ളത്തരങ്ങളും കോടതിയിൽ വെളിപ്പെടുന്നു. കേസ് തോറ്റതിന് ശേഷം അനാമിക തൻ്റെ കാമുകനായ സ്റ്റെഫിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ അനന്തപുരിയിലെ കേസ് തോറ്റു എന്നും അനന്തപുരിയിൽ നിന്നും പണം കിട്ടില്ല എന്നറിഞ്ഞതോടുകൂടി തന്നെ സ്റ്റെഫിൻ അനാമികയെ ഉപേക്ഷിക്കുന്നു. പണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു സ്റ്റെഫിൻ അനാമികയുടെ പുറകെ നടന്നത് എന്നും അനാമികയെ പോലെ തന്നെ പണം മാത്രം ആഗ്രഹിച്ചിട്ടാണ് അനാമികയുടെ പുറകെ അവൻ കൂടിയത് എന്നുള്ള കാര്യമെല്ലാം തന്നെ അനാമിക തിരിച്ചറിയുന്നതോടുകൂടെ തന്നെ ആകെ തകർന്നടിഞ്ഞു പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും കോടതിയിൽ വെളിച്ചത്ത് വരുന്നു. നന്ദു നൽകിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അനാമിക മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്നും അനന്തപുരി കുടുംബത്തെയും അനിയെയും മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു എന്നും വക്കീൽ കോടതിയിൽ തെളിയിക്കുന്നു. അനാമികയും അനാമികയുടെ അച്ഛൻ വേണു നടത്തിയ തട്ടിപ്പുകൾ പുറത്തായതോടുകൂടെ കോടതി അനിയെയും കുടുംബത്തെയും അവിടെ നിന്നും വെറുതെ വിടും. എന്നാൽ അനാമികക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ രേഖകളുള്ളതുകൊണ്ട് മാത്രം കോടതി വലിയ ശിക്ഷയൊന്നും നൽകില്ല. പകരം അനന്തപുരി കുടുംബത്തെ അപമാനിച്ചതിന് വലിയൊരു തുക പിഴയടക്കാൻ വിധിക്കുന്നു. കോടതിയിൽ തോറ്റതോടുകൂടെ തന്നെ അനാമികയും വേണും ആകെ തകർന്നടിഞ്ഞു പോവാണ്. അനാമിക അവിടെ നിന്ന് നേരെ പോകുന്നത് അനാമികയുടെ കാമുകനായ സ്റ്റെഫിൻ്റെ അടുത്തേക്കായിരിക്കും. എന്നാൽ കേസ് തോറ്റ അനാമികയെ സ്റ്റെഫിൻ തള്ളി പറയാണ്. താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അനാമിക തിരിച്ചറിഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ അനാമിക ദേഷ്യത്തോടെയും സംഘത്തോടെയുമാണ് നിൽക്കുന്നത്. താൻ ഒരുപാട് മോഹിച്ച ആ പണം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ടും അനിയോടും നന്ദുവിനോടും എതിർത്തുകൊണ്ട് തന്നെ തനിക്കൊരിക്കലും ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം മുഴുവൻ അവൾ വീട്ടിൽ വന്ന് തീർക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണം ആ നന്ദുവാണെന്നാണ് അനാമിക വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അനിയെയും നന്ദുവിനെയും ഒന്നിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് അവൾ ശപഥം ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്തിന് അനന്തപുരി വീട്ടുകാരെല്ലാം തന്നെ കേസ് ജയിച്ചതിൽ ഒരുപാടധികം സന്തോഷത്തിലാണ്. അനാമികയെ അന്ധമായി വിശ്വസിച്ചതിനാൽ അനിയുടെ അമ്മ ജാനകി പശ്ചാത്തപിക്കുന്നു. മുത്തശ്ശി അനിയോട് അനാമികയെ മറക്കണമെന്നും അതോടൊപ്പം നന്ദുവിനെ മറക്കണമെന്നും പറയുന്നു. കാരണം നന്ദുവിൻ്റെ കല്യാണം ഇപ്പോൾ CI സച്ചിദാനന്ദനുമായി വിവാഹ നിശ്ചയം അടുത്തുകൊണ്ടിരിക്കല്ലേ. അടുത്ത ആഴ്ചയായിരിക്കും CI സച്ചിദാനന്ദനുമായിട്ട് നന്ദുവിൻ്റെ വിവാഹം എന്ന കാര്യങ്ങളെല്ലാം തന്നെ കനകദുർഗയും ഗോവിന്ദനും വന്നിട്ട് അനന്തപുരി വീട്ടുകാരെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കട്ടോ നന്ദുവിനെ ഇനി മറക്കാൻ മുത്തശ്ശി അനിയോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതേ സമയത്തിന് അനിയും നന്ദുവും മറ്റൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. CI സച്ചിദാനന്ദൻ ഒരു തട്ടിപ്പു വീരനാണെന്ന് അവർ സംശയിക്കുന്നു. അതോടെ ആ വിവാഹം അടക്കാനായിട്ട് നേരത്തെ തന്നെ സച്ചിക്കെതിരെയുള്ള തെളിവുകൾ രഹസ്യമായിട്ട് ശേഖരിക്കാൻ തീരുമാനിച്ചു. അനാമികയുടെ അച്ഛൻ വേണുവാണെങ്കിൽ വീണ്ടും അനാമികക്കൊരു ജീവിതമുണ്ടാക്കാനായിട്ട് സ്റ്റെഫിനെ വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അനാമികയും വേണും ഒരു പാർക്കിൽ വെച്ച് സ്റ്റെഫിനെ കാണുന്നു. അനന്തപുരിയിൽ നിന്നും പണം കിട്ടാത്തത് കൊണ്ട് തന്നെ തന്നോടൊപ്പം ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് അനാമിക സ്റ്റെഫിനെ അറിയിക്കുന്നു. എന്നാൽ സ്റ്റെഫിൻ തൻ്റെ തനി നിറം അനാമികക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു. അനന്തപുരിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന കോടിക്കണക്കിന് രൂപ കണ്ടിട്ടാണ് ഞാൻ അനാമികയെ സ്നേഹം നടിച്ച് കൂടിയതെന്ന് സ്റ്റെഫിൻ തുറന്നു പറയുന്നു. കോടതിയിൽ വെളിപ്പെട്ട് അനാമികയുടെ പൂർവ്വകാലം, പഴയ ഗർഭം, മയക്കുമരുന്ന് ഉപയോഗം എല്ലാം അറിഞ്ഞ് ഒരു ഭ്രാന്തിയെപ്പോലെ വിവാഹം കഴിച്ച് ജീവിതം നശിപ്പിക്കാൻ തനിക്ക് കഴിയില്ലെന്നും സ്റ്റെഫിൻ തറപ്പിച്ചു പറഞ്ഞു. പണമില്ലാത്ത അനാമികയെ തനിക്ക് ആവശ്യമില്ലെന്നും താൻ അടുത്ത ആഴ്ച അയർലൻഡിലേക്ക് പോവാണെന്നും പറഞ്ഞ് സ്റ്റെഫിൻ അനാമികയെ ഉപേക്ഷിച്ച് അവിടെ നിന്നു പോകുന്നു. എന്നാൽ ഈ ചതി ഒട്ടും തന്നെ താങ്ങാനാവാതെ ആകെ തകർന്നടിഞ്ഞിരിക്കുന്ന അനാമികയുണ്ടോ പിന്നീട് കാണിക്കുന്നത്.